Jesus' bread, where the saints of God are fed. He invites His chosen people, come and dine. With His manna He doth feed and supply our every need. Oh, 'tis sweet to sup with Jesus all the time. Come and dine, the Master calleth, come and dine. You may feast at Jesus' table all the time. He who fed the multitudes, turned the water into wine. To the hungry calleth now, come and dine. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രൂശീകരണത്തെ തുടർന്ന് പഴയ വേലയിലേക്ക് മടങ്ങിപ്പോയ ശിഷ്യന്മാർക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷനായി അവരെ ധൈര്യപ്പെടുത്തുന്ന വിവരണമാണ് യോഹന്നാൻ 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നത്. താൻ ഏൽപ്പിച്ച വേല ഉപേക്ഷിച്ച ശിഷ്യന്മാരെ കുറ്റപ്പെടുത്താതെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് കർത്താവ് ഇവിടെ പ്രവർത്തിക്കുന്നു. ഈ ഭാഗത്തു നിന്ന് കർത്താവിൻ്റെ ചില പ്രത്യേകതകൾ നമ്മുടെ ചിന്തയിൽ കൊണ്ടുവരാം. 1. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു. വിവിധ സാഹചര്യങ്ങളിൽ നിരാശരായി തീർന്നവരാണ് ശിഷ്യന്മാർ. യേശു ആരംഭിച്ചതും അവർ പങ്കുചേർന്നതുമായ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ അവർക്ക് നഷ്ടമായി. മീൻ പിടിക്കുന്ന വേലയിൽ നിന്ന് മനുഷ്യരെ പിടിക്കുന്ന വേലയിലേക്ക് നിയമിച്ചാക്കിയ യേശു ക്രൂശിക്കപ്പെട്ടു. പഴയ വേലയിലേക്ക് മടങ്ങി വന്നു, എങ്കിലും വല വീശിയിട്ടൊന്നും ലഭിച്ചില്ല. മീൻ കടലിൽ ഇല്ലാഞ്ഞിട്ടില്ല. അവരുടെ പടകിൻ്റെ വലത്തുഭാഗത്ത് തന്നെ പെരുത്ത മീൻകൂട്ടം ഉണ്ടായിരുന്നു. എങ്കിലും അവർക്കൊന്നും കിട്ടിയില്ല. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടവർ, വേലയിൽ പരാജയപ്പെട്ടവർ, എല്ലാം കൊണ്ടും നിരാശരായ ശിഷ്യന്മാർ. ഇതേ ഒരു സാഹചര്യം തന്നെയാണ് ശിഷ്യന്മാരുടെ ആദ്യ വിളിയിലും ഉണ്ടായിരുന്നത്. ലൂക്കോസ് 5:4 മുതൽ 6 വരെ. അവരുടെ നിരാശയുടെ വാക്കാണ്, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. പരാജയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും നിരാശയുടെയും അവസരങ്ങളിൽ നമ്മെ കർത്താവ് ശക്തീകരിക്കുന്നു. ജീവിത പരാജയങ്ങളിൽ കർത്താവ് നമ്മെ ഉപേക്ഷിക്കില്ല. നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്നു. 2. കർത്താവ് നമ്മളുടെ ക്ഷീണ അവസ്ഥയെ അറിയുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു മീനും ലഭിക്കാതെ നിരാശരായി ക്ഷീണിച്ചാണ് ശിഷ്യന്മാർ കരയിലേക്ക് വന്നത്. കരയിൽ കയറിയ ശിഷ്യന്മാർ കാണുന്ന കാഴ്ച കനലിന്മേൽ വെച്ചിരിക്കുന്ന അപ്പവും മീനും. അവർ ഒരു മധുരസ്വരം കൂടി കേട്ടു, വന്ന് പ്രാതൽ കഴിച്ചു കൊൽവീൻ. തുടർന്ന് കർത്താവ് അവർക്ക് അപ്പവും മീനും വിളമ്പിക്കൊടുത്തു. ആഹാരം നൽകി കർത്താവ് അവരുടെ ക്ഷീണം മാറ്റി. അതോടൊപ്പം നഷ്ടപ്പെട്ടു പോയ അവരുടെ ബന്ധം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പരസ്യ ശുശ്രൂഷയുടെ നാളുകളിൽ തന്നെ അനുഗമിച്ച ജനത്തിൻ്റെ വിശപ്പ് അറിഞ്ഞ് പ്രവർത്തിച്ചവനാ നമ്മുടെ കർത്താവ്. ജനത്തിൻ്റെ ക്ഷീണാവസ്ഥ യേശുവിൻ്റെ മനസ്സ് അലിയിച്ചു. വിശപ്പടക്കാതെ മടക്കി അയച്ചാൽ അവർ വഴിയിൽ വീണുപോകും എന്ന് കർത്താവ് മനസ്സിലാക്കി. തുടർന്ന് തൻ്റെ കൈകളിൽ ലഭിച്ച 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെയും 7 അപ്പവും ചെറുമീനുകളും കൊണ്ട് 4000 പേരെയും തൃപ്തരാക്കി. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളുടെ മധ്യത്തിലും വിശന്നും ക്ഷീണിച്ചും ഇരിക്കുമ്പോഴും സമീപസ്ഥനാണ് നമ്മളുടെ കർത്താവ്. ക്ഷീണാവസ്ഥയിൽ അവൻ നമ്മെ കൈവിടില്ല. കാക്കയെ കൊണ്ട് ഏലിയാവിന് അപ്പവും ഇറച്ചിയും നൽകിയവൻ, വിധവയുടെ കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തീർന്നു പോകാതെ വർദ്ധിപ്പിച്ച് നൽകിയവൻ നമ്മയും ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഞാൻ എല്ലാ നാളും കൂടെയുണ്ടെന്ന കർത്താവ് വാക്ക് നൽകിയിരിക്കുന്നത്. 3. കർത്താവ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. ശിഷ്യന്മാരുടെ നിരാശയും ക്ഷീണവും മാറ്റിയ കർത്താവ് പത്രോസിനോട് മാത്രം ഒരു ചോദ്യം ചോദിച്ചു, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ചോദ്യം 3 തവണയുണ്ടായി. ചില ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തള്ളിപ്പറഞ്ഞ് ഉപേക്ഷിച്ചവനാ പത്രോസ്. എങ്കിലും ഏത് പാപിയെയും സ്നേഹിക്കുന്ന യേശു തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിൻ്റെ അടുക്കൽ നിൽക്കുകയാണ്. അതുമാത്രമല്ല, മീൻപിടുത്തത്തിന് മറ്റ് ശിഷ്യന്മാരെ പ്രേരിപ്പിച്ചതും ഈ പത്രോസ് തന്നെയാണ്. പത്രോസിനെ പോലെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ യേശുവിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നൊക്കെ നാം ചിന്തിച്ചേക്കാം.
എന്നാൽ നമ്മുടെ പ്രവൃത്തികളിൽ കൂടി എത്രയോ തവണ ഓരോ ദിവസവും കർത്താവിനെ തള്ളി പറഞ്ഞിരിക്കുന്നു. എന്നിട്ടും യേശു നമ്മെ സ്നേഹിക്കുന്നു. ഈ കർത്താവിനോട് നമുക്ക് എത്രമാത്രം പ്രിയം ഉണ്ട്. യേശുവിൻ്റെ ചോദ്യത്തിന് പത്രോസ് നൽകിയ മറുപടി, കർത്താവേ, നീ സകലതും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉരുത്തിരിഞ്ഞ യഥാർത്ഥ അനുതാപത്തിൻ്റെ ശബ്ദമായിരുന്നു അത്. പത്രോസ് വാക്കുപാലിക്കാത്തവനായിരുന്നു. ചില സമയം പത്രോസ് ഭീരുവായിരുന്നു. പത്രോസ് വാളെടുത്തവനായിരുന്നു. പത്രോസ് കൂട്ടുകാരെ വഴിതെറ്റിച്ചു വീണ്ടും മീൻപിടുത്തത്തിലേക്ക് നയിച്ചവനായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശുവിൻ്റെ ചോദ്യം, അതിനു മുൻപിൽ ഒരു നിമിഷം പത്രോസ് പതറിപ്പോയി. തുടർന്ന് തൻ്റെ മനസ്സ് മുഴുവൻ യേശുവിൻ്റെ മുൻപിൽ തുറന്നു. അതുവരെ ഉണ്ടാകാതിരുന്ന രൂപാന്തര അനുഭവം പത്രോസിനുണ്ടായി. നാളുകളായി നാം ക്രൂശിനെ ധ്യാനിക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിനെ ഉരുവിടുന്നു, തിരുവത്താഴ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. യഥാർത്ഥ രൂപാന്തര അനുഭവത്തോടു കൂടിയ ഒരു ഏറ്റുപറച്ചിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് നമുക്ക് പറയാം, കർത്താവേ, നീ എന്നെ മുഴുവനായി അറിയുന്നു. കർത്താവെ, എല്ലാറ്റിലുപരിയായി, എല്ലാവരിലും ഉപരിയായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ആമേൻ. The disciples came to land, thus obeying Christ's command. For the Master called unto them, come and dine. There they found their heart's desire, bread and fish upon the fire. Thus he satisfied the hungry in his time. Come and dine, the Master called it, come and dine. You may feast at Jesus' table all the time. He who fed the multitude turned the water into